ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പവർ ക്യാപ്സ്യൂളിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇതിന് മുമ്പെടുത്ത ഒരു ക്ലാസ് നിങ്ങൾ മിസ്സാക്കരുത്. 100% നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉപകരിക്കും. പിന്നെ പവർ ക്യാപ്സ്യൂളിന്റെ ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ പവർ ക്യാപ്സ്യൂളിന്റെ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അതിൽ ഓർഡറിൽ തന്നെ നമ്മൾ ഓരോ ക്ലാസ്സുകളും കൊടുത്തിട്ടുണ്ട്. പാർട്ട് 1, പാർട്ട് 2 അങ്ങനെ ഓർഡറിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ക്ലാസ്സുകളും കണ്ടു തീർക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റു പല പ്ലേലിസ്റ്റുകളും ഉണ്ട്. SCRT ആയാലും മറ്റ് PYQ ഡിസ്കഷൻ ആയാലും ഓരോ പ്ലേലിസ്റ്റുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ പ്ലേലിസ്റ്റ് ആണോ യൂസ്ഫുൾ ആവുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് എടുത്ത് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ഏതൊരു ക്ലാസ് ആണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിക്കും എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ കിട്ടുന്ന ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. പഠിക്കുന്നതിനോടൊപ്പം ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത്. പലരിലേക്ക് നമ്മുടെ ചാനൽ ഇനിയും എത്തിയിട്ടില്ല, ഇനിയും സമയമുണ്ട്, എന്നാലും എത്തിക്കുക. എത്രയും പെട്ടെന്ന് എത്തിക്കാൻ നിങ്ങൾ കൂടെ ഹെൽപ്പ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്തായാലും PSC പഠിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും. ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്യാൻ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക. അതിനായിട്ട് ഇരിക്കൊന്നും വേണ്ട. ഇനി അതിന്റെ പേരും പറഞ്ഞ സമയം കളയൊന്നും വേണ്ട. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകുക. അതായത് ഇപ്പോൾ റമദാനൊക്കെയാണ്, അതായത് നോമ്പൊക്കെ നോറ്റുകൊണ്ടിരിക്കുകയാണ്. പല വീട്ടമ്മമാർക്കും ഇപ്പൊ നല്ല രീതിയിൽ ചിലപ്പോൾ സമയം കിട്ടുന്നുണ്ടാവും. ഓക്കെ, പലർക്കും സമയം കിട്ടുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നോമ്പായതുകൊണ്ട് വീട്ടിലെ പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടാവും. രാവിലെ പുലർച്ചെയുള്ള പണി മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വൈകുന്നേരമാണ് പണി വരിക. നോമ്പ് തുറയുടെ സമയത്താണ് പിന്നെ പണി വരിക. അതായത് അതിന്റെ ഇടയിലുള്ള മുഴുവൻ സമയം നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കിട്ടുന്ന സമയത്തിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പ്രയോജനപ്പെടുത്തുക. ഓരോ ചെറിയ ചെറിയ മിനിറ്റുകളും ഓരോ നല്ല നല്ല പോയിന്റുകൾക്കായിട്ട് പ്രയോജനപ്പെടുത്തുക. അതായത് യൂസ്ഫുൾ ആക്കുക. സമയം കിട്ടുന്നില്ല എന്നുള്ള പരാതി ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല രീതിയിൽ തന്നെ സമയം കിട്ടുന്നുണ്ടാവും. പിന്നെ ഇത് മാത്രമല്ല, റമദാനാണ്, നിങ്ങൾക്ക് ഖുർആനൊക്കെ ഓതേണ്ടി വരും. അതിനായിട്ടും സമയം കണ്ടെത്തുക, ഇതിനും സമയം കണ്ടെത്തുക. ഇത് മാത്രം ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഖുർആനൊക്കെ പാരായണം ചെയ്യാനായാലും ഇതിനായാലും നല്ല രീതിയിൽ സമയം കണ്ടെത്തുക, നല്ല രീതിയിൽ പഠിച്ചു പോവുക. പിന്നെ നല്ല മാസമല്ലേ, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക. അല്ലാത്തവരായാലും നല്ല പ്രാർത്ഥിച്ചിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ പഠിച്ചു പോവുക. പിന്നെ മൈൻഡ് ഒന്നും നെഗറ്റീവ് ആവരുത്. പല തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. അത് നിങ്ങൾക്ക് മാത്രമല്ല, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളാണെന്നേ ഉള്ളൂ. നിങ്ങൾക്കുള്ള പ്രശ്നം നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. നിങ്ങളുടെ പ്രശ്നമല്ല മറ്റൊരാൾക്ക് ഉണ്ടാവുക. പക്ഷെ മറ്റൊരാൾക്ക് പ്രശ്നം ഇല്ല എന്നതല്ല അതിന്റെ അർത്ഥം. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പ്രശ്നമുണ്ട്. അത് മനസ്സിലാക്കുക. അവരൊക്കെ നല്ല സുഖിച്ചിരുന്ന് പഠിക്കുകയാണ്, എനിക്ക് അതിന് കഴിയുന്നില്ല, അങ്ങനെ എന്ന് വിചാരിക്കരുത്. ഓരോരുത്തർക്കും തീർച്ചയായിട്ടും പല പ്രശ്നങ്ങളുണ്ട്. പലരും പല രീതിയിലുള്ള പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാത്രം, അതായത് ഞാൻ മാത്രം ഇങ്ങനെ ആയിപ്പോയി, എനിക്ക് മാത്രം ഇങ്ങനെ വന്നു, എനിക്ക് മാത്രം പഠിയുന്നില്ല, അങ്ങനെ മാത്രം എന്ന് കണ്ട് നിങ്ങളെ മാത്രം അങ്ങനെ താഴ്ത്തി കെട്ടരുത്. നിങ്ങൾക്കും പ്രശ്നങ്ങളുണ്ട്, മറ്റുള്ളവർക്കും പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ അതിനെ തരണം ചെയ്ത് നല്ല രീതിയിൽ സൊല്യൂഷൻസ് കണ്ടെത്തി നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനാവട്ടെ, നല്ലൊരു റാങ്ക് തന്നെ നേടാനാവട്ടെ. ഞാനും നിങ്ങളെയൊക്കെ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ, ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. പലരുടെയും മെസ്സേജുകളൊക്കെ കാണുന്നുണ്ട്, കമന്റുകൾ കാണുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ സാറിന്റെ കാര്യം പറയാറുണ്ട് എന്നൊക്കെ കാണും. ഒരുപാട് സന്തോഷമുണ്ട്. സത്യമായിട്ടും നല്ല രീതിയിൽ തന്നെ മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്. അങ്ങനത്തെ ഓരോ മെസ്സേജുകൾ കാണുമ്പോഴായാലും അങ്ങനത്തെ ഓരോ കമന്റുകൾ കാണുമ്പോഴായാലും നല്ല സന്തോഷമുണ്ട്. അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. ഓരോ ആൾക്കാരും പല ബുദ്ധിമുട്ടുകളിലൂടെയാണ് പഠിക്കുന്നത്, നിങ്ങൾക്കറിയാം. എന്തായാലും ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിവെച്ച്, ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു ദിവസം മാറി നല്ലൊരു സൊല്യൂഷനായി അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് ആയിട്ട് നിങ്ങൾ ഇതിന്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്കും നല്ലൊരു റിസൾട്ട് ഉണ്ടാവട്ടെ. നിങ്ങളുടെ ജീവിതത്തിനായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടാവട്ടെ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ പഠിക്കുക. എവിടെയും, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ, എവിടെയും സ്റ്റക്ക് ആവരുത്, നിന്ന് പോകരുത്. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. കിട്ടുന്ന സമയം എല്ലാ ദിവസവും ചിലപ്പോൾ 5 മണിക്കൂറോ 4 മണിക്കൂറോ ഒന്നും കിട്ടിക്കോണമെന്നില്ല. നിങ്ങൾക്ക് എത്ര സമയമാണോ കിട്ടുന്നത്, ദിവസം അരമണിക്കൂറാണെങ്കിൽ അല്ല 5 മിനിറ്റ് ആണെങ്കിൽ എത്ര സമയമാണോ ഒരു ദിവസം കിട്ടുന്നത്, ആ സമയത്തിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. അല്ലാതെ ഇത്ര സമയം ഞാൻ പഠിച്ചേ പറ്റൂ, ഇന്ന് ഞാൻ ഇത്ര സമയം പഠിക്കാത്തത് കൊണ്ട് ഇനി എനിക്ക് കിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. കിട്ടുന്ന സമയത്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ യൂട്ടിലൈസ് ചെയ്താൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് 5 മണിക്കൂർ കിട്ടുന്നിടത്ത് 8 മണിക്കൂർ കിട്ടുന്നുണ്ടാവും. അപ്പോൾ കിട്ടുന്ന സമയത്തിനെ നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആക്കുക. മറക്കരുത്, നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക, നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യുക. പഠനം മാത്രം പോരാ, എപ്പോഴും റിവിഷൻ വേണം. പഠിച്ച കാര്യങ്ങൾ പെർഫെക്റ്റ് അല്ലാതെ ഞാൻ പറയലുണ്ട്, അടുത്ത കാര്യത്തിലേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, നിങ്ങൾ 80% പഠിച്ച് അടുത്ത 20% പഠിക്കാനാണ് അത്രപ്പാട് കാട്ടുന്നതെങ്കിൽ ഈ 80% ചോർന്ന് പോകരുത്. അതിനെ നല്ല പെർഫെക്റ്റ് ആക്കി അവിടെ പിടിച്ചു നിർത്തണം. ഓക്കെ, അതിൽ നിന്നുള്ള ഏതൊരു ചോദ്യം വന്നാലും മാർക്ക് സ്കോർ ചെയ്യും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ അതിനെ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. റിവിഷൻ എക്സാമുകളൊക്കെ എപ്പോഴും അറ്റൻഡ് ചെയ്യുക. പിന്നെ PYQ ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏത് ഭാഗമാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്നത്, എല്ലാതും ഓരോന്ന് കണ്ടുപിടിക്കുക. എങ്ങനെയൊക്കെയാണ് PSC ഇപ്പൊ ചോദിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ PYQ ഡിസ്കഷൻ നമ്മൾ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഓരോ ക്വസ്റ്റിനും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എക്സ്ട്രാ എന്തൊക്കെ അറിഞ്ഞിരിക്കണോ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോന്നും കണ്ട് പഠിച്ച് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഓരോന്നിനെയും യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നതല്ലേ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. കിട്ടുന്ന കാര്യങ്ങൾ മാക്സിമം നല്ല രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ, ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് എടുക്കുക. ഓക്കെ, മിസ്സാക്കുക
മിസ്സാക്കരുത്. ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. ഈ ചാനൽ മാത്രമല്ല, വേറെ ഏത് ചാനലാണോ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്ന ഓരോ അറിവുകളും നല്ല രീതിയിൽ തന്നെ ശേഖരിച്ച് വെക്കുക. അതിനെ പെർഫെക്റ്റ് ആക്കി വെക്കുക, മാർക്ക് ചെയ്ത് വെക്കുക, പിന്നെ റിവിഷൻ ചെയ്യുക. ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക. അപ്പൊ അധികം പറയുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മറക്കരുത്, ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നോക്കാം വാഗൺ ട്രാജഡി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങളല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. പവർ ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ പറയുന്ന ഓരോ പോയിന്റും ഓരോ ടോപ്പിക്സ് അല്ല, നമ്മൾ പഠിക്കുന്ന ഓരോ പോയിന്റും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിച്ചു പോകണം. ഓക്കെ, മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു 1921 നവംബർ 10 നടന്ന വാഗൺ ട്രാജഡി അല്ലെ. ചോദ്യം വരും, മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവം ഏതെന്ന് ചോദിക്കും. ഏതാണ്? വാഗൺ ട്രാജഡിയാണ് കേട്ടോ. എങ്ങനെയാണ് ചോദ്യം വരിക? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവം ഏതെന്ന് ചോദിക്കും. മലബാർ കലാപത്തിന്റെ വർഷം ചോദിക്കും. 1921 മലബാർ കലാപം. പിന്നെ ചോദ്യം വരും, മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? പൂക്കോട്ടൂർ ലഹളയാണ് കേട്ടോ. ഏതാണ്? പൂക്കോട്ടൂർ ലഹള. മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്തെന്ന് ചോദ്യം വന്ന പൂക്കോട്ടൂർ ലഹള. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവം ഏതെന്ന് ചോദ്യം വന്നാൽ അത് ഏതാണ്? കുപ്രസിദ്ധ സംഭവം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ വാഗൺ ട്രാജഡിയാണ്. വാഗൺ ട്രാജഡി നടന്നത് എന്നാണ്? 1921 നവംബർ 10 1921 നവംബർ 10 എന്തുണ്ടായത്? വാഗൺ ട്രാജഡി ഉണ്ടായത് അല്ലെ. വാഗൺ ട്രാജഡി എന്തായിരുന്നു? വാഗൺ ട്രാജഡി അത് നമുക്ക് നോക്കാം. മലബാർ കളക്ടർ തോമസ് T.S. ഹിച്ച്കോക്ക്, ഈ പേര് പഠിച്ചു വെക്കണം. T.S. ഹിച്ച്കോക്ക് പഠിച്ചു വെക്കണം. പിന്നെ അതുപോലെ തന്നെ ASP ആമു എന്നിവരുടെ നേതൃത്വത്തിൽ ലഹളയുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. ഏതുമായി ബന്ധപ്പെട്ട്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കുകയാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അതിനുശേഷം മലബാറിലെ ജയിലുകളിൽ, അതായത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവമാണ്, മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവമാണ് നമ്മൾ പഠിച്ചു. അങ്ങനെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളെ അറസ്റ്റ് ചെയ്ത് നമ്മുടെ നാട്ടിലെ സ്റ്റേഷനിൽ, അതായത് ഇവിടെയുള്ള പല സ്റ്റേഷനുകളിലും നിറച്ചിട്ട് ആളുകളെ തികയാതായി, അതായത് ആളുകളെ നിറച്ച് അതിനുള്ള സ്ഥലം തികയാതായി. അങ്ങനെ ആളുകളെ എവിടേക്ക്? കോയമ്പത്തൂരിലേക്ക് അയക്കാണ്. അതാണ് ഈ സംഭവം. അതായത് ആളുകളെ ഒരു വാഗനിൽ കുത്തി നിറച്ച് 90ഓളം ആളുകളെ ഒരു വാഗനിൽ കുത്തി നിറച്ച് എങ്ങോട്ട് അയക്കാണ്? കോയമ്പത്തൂരിലേക്ക് അയക്കാണ്. അത് ഈ വാഗൻ പോകുന്ന വഴി അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ശ്വാസം മുട്ടിയിട്ടും പിച്ചു ചീന്തിട്ടൊക്കെ ആൾക്കാർ മരിക്കുകയാണ്. കേട്ടിട്ടുണ്ടാവും, ഈ സംഭവത്തിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. അപ്പൊ ശ്വാസം മുട്ടിയൊക്കെ ആളുകൾ മരിക്കുകയാണ്. അങ്ങനെ എത്ര ആളുകളാണ്? പോത്തന്നൂർ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് റിപ്പോർട്ട് ചെയ്ത് നമുക്ക് പഠിക്കാം. പോത്തന്നൂർ സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തു. തുറന്നു നോക്കിയപ്പോൾ 64 ആളുകൾ എന്തായി? മരണപ്പെട്ടു. ഓക്കെ, ഇതാണ് സംഭവം. ജസ്റ്റ് ഒരു ഐഡിയ വെക്കുക. മലബാറിലെ ജയിലുകൾ തടവുകാരെ കൊണ്ട് നിറഞ്ഞപ്പോൾ വിപ്ലവകാരികളെ വിദൂര സ്ഥലങ്ങളിലുള്ള ജയിലുകളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ 90ൽ പരം തടവുകാരെ MSLV 1711 എന്ന റെയിൽവേ ഗുഡ്സ് വാഗനിൽ കുത്തി നിറച്ച് തിരൂരിൽ നിന്നും കോയമ്പത്തൂർ ജയിലിലേക്ക് അയച്ചു. തിരൂരിൽ നിന്നും എങ്ങോട്ടാണ്? കോയമ്പത്തൂരിലേക്ക് അയക്കാണ് അല്ലെ. തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് അയക്കാണ്. പോത്തന്നൂരിൽ വെച്ചാണ് വാഗൺ തുറന്നു നോക്കിയത്. അതായത് വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ഏതാണെന്ന് ചോദ്യം വരാറുണ്ട്. ഏതാണ്? പോത്തന്നൂർ സ്റ്റേഷൻ ആണ്. പോത്തന്നൂർ സ്റ്റേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് അല്ലെ. വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുമിത് സർക്കാർ ആണ് അല്ലെ. സുമിത് സർക്കാർ ആണ് വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത്. നമുക്ക് പഠിക്കാം. ഇത് നോക്കുക. 90ൽ പരം തടവുകാരെ MSLV, ഇതൊന്ന് പഠിച്ചു വെക്കണേ. 1711. ഇനിയൊക്കെ ചോദ്യം വരാൻ നല്ല ചാൻസ് ഉള്ള ഒരു സാധനമാണ്. 1711 എന്ന റെയിൽവേ ഗുഡ്സ് വാഗനിൽ കുത്തി നിറച്ച് തിരൂരിൽ നിന്നും കോയമ്പത്തൂർ ജയിലിലേക്ക് അയച്ചു. പോത്തന്നൂരിൽ വെച്ചാണ് വാഗൺ തുറന്നു നോക്കിയത്. 64 പേർ മരണപ്പെട്ടു. 64 പേർ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അതിനുള്ളിൽ വെച്ച് തന്നെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. എത്ര ആളുകളാണ്? 64 പേർ. 90ൽ പരം ആളുകളെ കുത്തി നിറച്ചു. 64 പേർ അതിലെ മരണപ്പെട്ട് കഴിഞ്ഞിരുന്നു. എവിടെ വെച്ചിട്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്? അതായത് ഇത് എവിടെ വെച്ചിട്ടാണ് തുറന്നു നോക്കിയെന്ന് വെച്ചാൽ പോത്തന്നൂർ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് കേട്ടോ. എവിടെയാണ്? പോത്തന്നൂർ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. അപ്പൊ ഈ സംഭവം ഏകദേശം മനസ്സിലായല്ലോ. എന്നാണെന്ന് അറിയാലോ? 1921 നവംബർ 10. 1921 നവംബർ 10 കേട്ടോ. നവംബർ 10. ഓക്കെ, 1921 നവംബർ 10 നടന്ന
വാഗൺ ട്രാജഡി. മലബാർ കളക്ടർ തോമസ് T.S. ഹിച്ച്കോക്ക് ആണ് കേട്ടോ. T.S. ഹിച്ച്കോക്ക്. പിന്നെ ASP ആമു എന്നിവരുടെ നേതൃത്വത്തിൽ ലഹളയുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. മലബാറിലെ ജയിലുകൾ, അതായത് എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞു തന്നു. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളെ അറസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഈ അറസ്റ്റ് ചെയ്ത ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുത്തിട്ട് നമുക്കറിയാലോ, ഒരുപാട് വിപ്ലവകാരികൾ ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്നും ഇവിടുത്തെ ജയിലിൽ കൊള്ളാതെയായി. ഓക്കെ, ജയിലുകൾ നിറയാൻ തുടങ്ങി. അങ്ങനെയാണ് ബാക്കി ആളുകളെ മറ്റു പല സ്ഥലത്തേക്കും അയക്കുകയാണ്. അങ്ങനെ കോയമ്പത്തൂരിലേക്ക് ഏത് വാഗനിലാണെന്ന് പഠിച്ചു നോക്കണം. 1711 MSLV 1711 എന്ന റെയിൽവേ ഗുഡ്സ് വാഗനിൽ കുത്തി നിറച്ച് തിരൂരിൽ നിന്നും എങ്ങോട്ടാണ് അയച്ചത്? കോയമ്പത്തൂരിലേക്ക്. അങ്ങനെ കൊണ്ടുപോകും വഴി എവിടെ വെച്ചിട്ടാണ് സംഭവം റിപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ പോത്തന്നൂർ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാണ്? പോത്തന്നൂർ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത്. പോത്തന്നൂർ സ്റ്റേഷൻ പഠിച്ചു വെക്കണം. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ അല്ലെ, ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് ഇതിനെ വിശേഷിപ്പിച്ചത് ആരാണ്? സുമിത് സർക്കാർ ആണ്. അത് പഠിച്ചു വെക്കണം. അപ്പൊ വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ഏതാണെന്ന് ചോദിക്കും. ഏതാണ് അത്? പോത്തന്നൂർ സ്റ്റേഷൻ ആണ്. എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്ന് ചോദിച്ചാൽ കോയമ്പത്തൂരിലേക്കാണ് അല്ലെ, കോയമ്പത്തൂരിലേക്കാണ് കൊണ്ടുപോയത്. അത്ര കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. വാഗൺ ദുരന്തത്തെ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം അഥവാ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുമിത് സർക്കാർ ആണ് കേട്ടോ. ആരാണ്? സുമിത് സർക്കാർ. വാഗൺ ദുരന്തത്തെ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം. ചോദ്യം എങ്ങനെ വരാറുള്ളത്? ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? സുമിത് സർക്കാർ ആണ്. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് ആരാണ്? സുമിത് സർക്കാർ ആണ് ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത്. വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷിക്കുവാൻ മദ്രാസ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് AR നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷിക്കാൻ മദ്രാസ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് AR നേപ്പ് കമ്മീഷൻ. ഈ ദുരന്തത്തിലെ രക്തസാക്ഷികളുടെ സ്മരണക്കായി തിരൂർ നഗരസഭ ടൗൺ ഹാൾ MSLV 1711 വാഗണിന്റെ മാതൃകയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പോയിന്റും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഈ ദുരന്തത്തിലെ രക്തസാക്ഷികളുടെ സ്മരണക്കായി തിരൂർ നഗരസഭ ടൗൺ ഹാൾ MSLV 1711 വാഗണിന്റെ മാതൃകയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ വാഗൺ ട്രാജഡി എന്താന്ന് മനസ്സിലായല്ലോ. 64 ആളുകളാണ് എവിടെ വെച്ചിട്ട്? പോത്തന്നൂരിൽ വെച്ചിട്ട് മരണപ്പെടുന്നത്. പോത്തന്നൂരിൽ വെച്ചിട്ട് 66 മരണപ്പെട്ട ആളുകളാണ് പുറത്തേക്ക് എടുത്തത്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. എവിടെ വെച്ചിട്ടാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ചോദ്യം വരും. എവിടെ വെച്ചിട്ടാണ്? പോത്തന്നൂർ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ കൊണ്ടുപോയിരുന്നത് കോയമ്പത്തൂരിലേക്കാണ്. കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകും വഴിയാണ് പോത്തന്നൂർ സ്റ്റേഷനിൽ വെച്ചിട്ട് ഇത് വാഗൺ തുറന്നു നോക്കിയപ്പോൾ ഇത്രയും ആളുകൾ മരണപ്പെട്ട സംഭവം അവിടെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോ വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ഏതെന്ന് ചോദ്യം വന്നാലാണ് പോത്തന്നൂർ സ്റ്റേഷൻ. കൊണ്ടുപോയത് എങ്ങോട്ടാണ്? കോയമ്പത്തൂരിലേക്കാണ്. ഓക്കെ, എന്നാണ്? 1921 നവംബർ 10-നാണ്. ഏതുമായി ബന്ധപ്പെട്ടുണ്ടായതാണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവം ഏതെന്ന് ചോദ്യം വന്നാൽ അതേതാണ്? അത് വാഗൺ ട്രാജഡിയാണ്. മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം ഏതെന്ന് ചോദ്യം വരും. മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം ഏതെന്ന് ചോദ്യം വന്നാൽ അത് ഏതാണ്? പൂക്കോട്ടൂർ കലാപമാണ് അല്ലെ, അഥവാ പൂക്കോട്ടൂർ ലഹളയാണ് മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം. അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള പ്രായപരിധി നമുക്കൊന്ന് നോക്കാം. ചോദ്യം വരാറുണ്ട്, നമുക്ക് നോക്കാം. പദവി ഇവിടെ പ്രായം കൊടുത്തിട്ടുണ്ട്. നോക്കാം. ആദ്യം രാഷ്ട്രപതിക്ക് എത്ര വയസ്സാണ്? 35 അല്ലെ, 35 തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള രാഷ്ട്രപതിയുടെ പ്രായപരിധി എത്രയാണ്? 35 വയസ്സ്. ഉപരാഷ്ട്രപതിയും 35 വയസ്സ്. രാജ്യസഭയിൽ എത്രയാണ്? 30 വയസ്സ്. ലോക്സഭയില് 25 വയസ്സ്. ഓക്കെ, റിപ്പീറ്റ് ചെയ്തോ. അപ്പോ രാഷ്ട്രപതിക്ക് എത്ര വയസ്സാണ്? 35. ഉപരാഷ്ട്രപതി രണ്ടാൾക്കും 35. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി 35. രാജ്യസഭ 30, ലോക്സഭ 25. ഒരു വട്ടം കൂടെ. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി 35, പിന്നെ രാജ്യസഭ 30, ലോക്സഭ 25. ക്ലിയർ അല്ലേ? അപ്പൊ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവർക്ക് എത്രയാണ്? 35 വയസ്സ്. രാജ്യസഭയിലേക്ക് 30 വയസ്സ്. ലോക്സഭയിലേക്കാണെങ്കിൽ എത്രയാണ്? 25 വയസ്സ്. ലോക്സഭയിലേക്ക് 25 വയസ്സ്. രാജ്യസഭയിലേക്ക് എത്രയാണ്? 30 വയസ്സ്. ഉപരാഷ്ട്രപതിക്കും രാഷ്ട്രപതിക്കും എത്രയാണ്? അത് 35 വയസ്സാണ് അല്ലെ. 35 വയസ്സാണ് രാഷ്ട്രപതി. ഉപരാഷ്ട്രപതി എന്നിവർക്ക് എത്രയാണ്? 35 വയസ്സ്. രാജ്യസഭയിലേക്ക് എത്രയാണ്? 30 വയസ്സ്. ലോക്സഭയിലേക്കാണെങ്കിൽ 25 വയസ്സ്. അത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. സംസ്ഥാന നിയമസഭയിലേക്ക് എത്രയാണ്? 25 വയസ്സാണ്. സംസ്ഥാന നിയമസഭയിലേക്കും അതുപോലെ തന്നെ ലോക്സഭയിലേക്കും എത്രയാണ്? 25 വയസ്സാണ്. ലോക്സഭ, സംസ്ഥാന നിയമസഭ 25 വയസ്സാണ്. പഞ്ചായത്തുകളിലേക്ക് എത്രയാണ്? ഇത് പഠിച്ചു വെച്ചു. പഞ്ചായത്തുകളിൽ മത്സരിക്കാൻ എത്രയാണ്? 21 ആണ്. നഗരസഭകൾ അഥവാ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി രണ്ടിലും 21 വയസ്സാണ്. പിന്നെ ഏതൊക്കെയാണ്?
സംസ്ഥാന നിയമസഭയും പിന്നെ അതുപോലെ തന്നെ ലോക്സഭയും രണ്ടും 25 വയസ്സാണ്. രാജ്യസഭയാണ് 30 വയസ്സ്. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവർക്ക് എത്രയാണ്? അത് 35 വയസ്സാണ്. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി 35 വയസ്സ്, രാജ്യസഭ 30 വയസ്സ്, ലോക്സഭ 25 വയസ്സ്, സംസ്ഥാന നിയമസഭ എത്രയാണ്? 25 വയസ്സ്. പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും 21 വയസ്സ്. പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എത്രയാണ്? 21 വയസ്സ്. പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എത്രയാണ്? 21 വയസ്സ്. പിന്നെ സംസ്ഥാന നിയമസഭ എത്രയാണ്? 25 വയസ്സ്. പിന്നെ ലോക്സഭയും 25 വയസ്സ്. രാജ്യസഭയാണെങ്കിൽ 30 വയസ്സ്. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവർക്കാണെങ്കിൽ 35 വയസ്സ്. ഒരു വട്ടം കൂടെ എന്റെ കൂടെ റിപ്പീറ്റ് ചെയ്യോ? രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രണ്ടാളുകൾക്കും എത്രയാണ് പ്രായപരിധി? 35 വയസ്സാണ്. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എത്രയാണ്? 35 വയസ്സാണ്. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എത്രയാണ്? 35 വയസ്സാണ്. അത് കഴിഞ്ഞ് രാജ്യസഭയിൽ എത്രയാണ്? 30 വയസ്സാണ് അല്ലെ? രാജ്യസഭ 30 വയസ്സാണ്. ലോക്സഭയിലാണ് 25 വയസ്സ്. പിന്നെ സംസ്ഥാന നിയമസഭയിൽ എത്രയാണ്? 25 വയസ്സാണ്. പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എത്രയാണ്? 21 വയസ്സാണ്. അപ്പൊ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി രണ്ടിലും 21 വയസ്സ്. സംസ്ഥാന നിയമസഭ അതുപോലെ തന്നെ ലോക്സഭ രണ്ടിലും 25 വയസ്സ്. രാജ്യസഭ 30 വയസ്സ്. അതുപോലെ തന്നെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവർക്ക് എത്രയാണ്? രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവർക്കാണെങ്കിൽ 35 വയസ്സാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് ആണല്ലോ. അടുത്തത് നോക്കാം കേട്ടോ. ഇനി ഓരോ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളും പിന്നെ അത് ആര് കണ്ടെത്തി, ഏത് ശാസ്ത്രജ്ഞനാണ് കണ്ടെത്തിയെന്നുള്ളതും പിന്നെ അതിന്റെ വർഷം ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിയിട്ട് പോവാം. കോശകേന്ദ്രം കണ്ടെത്തിയത് ആരാണ്? കോശകേന്ദ്രം അതായത് കോശത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? കോശകേന്ദ്രം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ് കേട്ടോ. ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ് കോശകേന്ദ്രം കണ്ടെത്തിയത്. ആറ്റത്തിന്റെ കേന്ദ്രം കണ്ടെത്തിയത് ആരാണ്? ആറ്റത്തിന്റെ ന്യൂക്ലിയസ്, ആറ്റത്തിന്റെ കേന്ദ്രമായ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? ആറ്റത്തിന്റെ കേന്ദ്രമായ ന്യൂക്ലിയസ് നമ്മൾ പഠിച്ചതല്ലേ? ഏണസ്റ്റ് റൂദർഫോർഡ് അല്ലേ? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആരാണ് ആറ്റം കണ്ടുപിടിച്ചത്? ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ്? അല്ലെങ്കിൽ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ഓസ്റ്റ്വാൾട്ട് ആണ് അല്ലെ? ഓസ്റ്റ്വാൾട്ട് ആണ്. ഏത് പദത്തിൽ നിന്നാണ് ഈ ആറ്റം എന്ന പദം രൂപം കൊണ്ടത്? ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടത്. ആറ്റത്തിലെ 3 മൗലിക കണങ്ങൾ ഏതൊക്കെയാണ്? ആറ്റത്തിലെ 3 പ്രധാനപ്പെട്ട മൗലിക കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവയാണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ് അല്ലെ? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. കിട്ടുന്നുണ്ടല്ലോ? അപ്പൊ ന്യൂട്രോണും പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ അതുപോലെ തന്നെ ന്യൂക്ലിയസ്, അതിൽ പ്രോട്ടോണും ന്യൂക്ലിയസും രണ്ടും കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഈ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് അല്ലെ? ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇനി പ്ലം പുഡിംഗ് മാതൃക അഥവാ തണ്ണിമത്തൻ മാതൃക അല്ലെ? പ്ലം പുഡിംഗ് മാതൃക അല്ലെങ്കിൽ വാട്ടർ മെലൻ മാതൃക, തണ്ണിമത്തൻ മാതൃക ഇതൊക്കെ നിർദ്ദേശിച്ചത് ആരാണ്? അത് ജെ തോംസൺ ആണ്. ജെ തോംസൺ ആണ്. പിന്നെ ബോർ മാതൃക നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചത് ആരാണ്? നീൽസ് ബോർ ആണ്. ആരാണ്? നീൽസ് ബോർ ആണ്. അപ്പൊ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചതാണ്? ഓസ്റ്റ്വാൾട്ട് ആണ് അല്ലെ? ആറ്റം എന്ന പദം ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾട്ട് ആണ്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടത്. ആറ്റമോസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ആറ്റമോസ് എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം വരുന്നത്. എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം വരുന്നത്. ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്തു പോട്ടോ. ഓക്കെ, അപ്പൊ കോശകേന്ദ്രം അല്ലെ? കോശത്തിന്റെ കേന്ദ്രം കണ്ടെത്തിയത് ആരാണ്? അത് റോബർട്ട് ബ്രൗൺ ആണ്. 1831 റോബർട്ട് ബ്രൗൺ ആണ് കോശകേന്ദ്രം കണ്ടെത്തിയത്. ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ് കോശകേന്ദ്രം കണ്ടെത്തിയത്. റോബർട്ട് ബ്രൗൺ ആണ്. സസ്യകോശം കണ്ടെത്തിയതാണ് MJ സ്ലീഡൻ ആണ് കേട്ടോ. MJ സ്ലീഡൻ ആണ് 1838 സസ്യകോശം കണ്ടെത്തിയത്. കോശകേന്ദ്രം റോബർട്ട് ബ്രൗൺ ആണ് 1831. സസ്യകോശം കണ്ടെത്തിയത് MJ സ്ലീഡൻ 1838. അടുത്തത് ജന്തുകോശം ആരാണ്? തിയോഡർ ശ്വാൻ അല്ല, ശ്വാൻ ആണ് കേട്ടോ. തിയോഡർ ശ്വാൻ ആണ് 1839 എന്ത് കണ്ടെത്തിയത്? ജന്തുകോശം കണ്ടെത്തിയത്. ജന്തുകോശം കണ്ടെത്തിയത് ആരാണ്? തിയോഡർ ശ്വാൻ ആണ്. തിയോഡർ ശ്വാൻ. അപ്പൊ കോശകേന്ദ്രം ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. 1831 സസ്യകോശം MJ സ്ലീഡൻ എപ്പോഴാണ്? 1838. ജന്തുകോശം ആരാണ്? തിയോഡർ ശ്വാൻ. ഏതാണ്? 1839. കിട്ടുന്നുണ്ടോ? ഇനി ഒരെണ്ണം കൂടെ അല്ലേ ഉള്ളൂ. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് പുതിയവ രൂപം കൊള്ളുന്നു എന്ന് കണ്ടെത്തിയതാണ് റുഡോൾഫ് വിർഷോ. 1858 എന്നാൽ SCERT പ്രകാരം ഏതാണ്? 1855 കേട്ടോ. അപ്പൊ ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. 1858 ആൻസർ. 1855 SCERT കൊടുത്തിട്ടുള്ളത്. 1855. അപ്പൊ ഒന്നുകൂടെ കോശകേന്ദ്രം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. റോബർട്ട് ബ്രൗൺ 1831 കോശകേന്ദ്രം കണ്ടെത്തിയത്. ഇനി സസ്യകോശം കണ്ടെത്തിയത് ആരാണ്?
സസ്യകോശം കണ്ടെത്തിയത് MJ Schleiden ആണ്. MJ Schleiden ആണ് സസ്യകോശം കണ്ടെത്തിയത്. ജന്തുകോശം കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? തിയോഡർ ശ്വാൻ ആണ് ജന്തുകോശം കണ്ടെത്തിയത് 1839. അപ്പോ കോശകേന്ദ്രം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ് 1831. സസ്യകോശം MJ Schleiden ആണ് 1838. ജന്തുകോശം കണ്ടെത്തിയത് ആരാണ്? തിയോഡർ ശ്വാൻ ആണ് 1839. പിന്നെ നമ്മൾ ലാസ്റ്റ് പഠിച്ചു നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് പുതിയവ രൂപം കൊള്ളുന്നു എന്ന് കണ്ടെത്തിയത് ആരാണ്? റുഡോൾഫ് വിർഷോ 1858, അല്ലെങ്കിൽ SCERT ആണെങ്കിൽ 1855. മനസ്സിലാക്കി പഠിക്കുക. ഓപ്ഷൻ കണ്ടിട്ട് അവിടെ ഏതാണുള്ളത് നോക്കിയിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. 1855 ആണ് SCERT കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് പുതിയവ രൂപം കൊള്ളുന്നു എന്ന് കണ്ടെത്തിയത് ആരാണ്? റുഡോൾഫ് വിർഷോ 1858 അല്ലെങ്കിൽ 1855 പഠിച്ചു വെക്കുക. കോശകേന്ദ്രം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ് 1831. സസ്യകോശം കണ്ടെത്തിയത് MJ Schleiden ആണ്. പിന്നെ അതുപോലെ തന്നെ ജന്തുകോശം കണ്ടെത്തിയത് തിയോഡർ ശ്വാൻ ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പോ കോശകേന്ദ്രം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. ഇനി സസ്യകോശം കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ MJ Schleiden. ജന്തുകോശം കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ തിയോഡർ ശ്വാൻ. വർഷങ്ങൾ ഓർമ്മയുണ്ടല്ലോ. കോശകേന്ദ്രം കണ്ടെത്തിയത് 1831. പിന്നെ അതുപോലെ തന്നെ സസ്യകോശം കണ്ടെത്തിയത് 1838. ജന്തുകോശം കണ്ടെത്തിയത് 1839. പിന്നെ അതുപോലെ തന്നെ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മറ്റൊന്ന്, അതായത് പുതിയവ രൂപം കൊള്ളുന്നു എന്നത് ആരാണ് കണ്ടെത്തിയത്? റുഡോൾഫ് വിർഷോ ആണ് 1858 അല്ലെങ്കിൽ 1855 പഠിച്ചു വെക്കുക. ഓക്കെ, റോബർട്ട് ബ്രൗൺ ആണ് കോശകേന്ദ്രം കണ്ടെത്തിയത്. ഇനി കോശം കണ്ടെത്തിയത് ആരാന്ന് ചോദ്യം വന്നാൽ അത് റോബർട്ട് ഹുക്ക് ആണ് കേട്ടോ. റോബർട്ട് ഹുക്ക് ആണ് കോശം കണ്ടെത്തിയത് അല്ലെ. സെൽ തിയറി കോശം കണ്ടെത്തിയത് 1665. ആരാണ്? റോബർട്ട് ഹുക്ക് ആണ്. റോബർട്ട് ബ്രൗൺ ആണ് എന്ത് കണ്ടെത്തിയത്? കോശകേന്ദ്രം കണ്ടെത്തിയത്. കോശം കണ്ടെത്തിയതാണ് റോബർട്ട് ഹുക്ക്. എന്താണ് കണ്ടെത്തിയത്? കോശം കണ്ടെത്തി. കോശകേന്ദ്രം കണ്ടെത്തിയത് ആരെന്ന് ചോദ്യം വന്നതാണ്. കോശകേന്ദ്രം കണ്ടെത്തിയത് ആരാണ്? കോശകേന്ദ്രം ആര് കണ്ടെത്തി? കോശകേന്ദ്രം ആലോചിച്ചോക്ക്. റോബർട്ട് ബ്രൗൺ ആണ്. കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് ആണ്. പിന്നെ അതുപോലെ തന്നെ സസ്യകോശം കണ്ടെത്തിയത് ആരാണ്? MJ Schleiden ആണ്. ജന്തുകോശം കണ്ടെത്തിയത് ആരാണ്? തിയോഡർ ശ്വാൻ ആണ് ജന്തുകോശം കണ്ടെത്തിയത്. പിന്നെ നമ്മൾ പഠിച്ചു നിലവിലുള്ള കോശങ്ങളിൽ നിന്നും പുതിയവ രൂപം കൊള്ളുന്നു. ആരാണ്? റുഡോൾഫ് വിർഷോ ആണ് 1858 അല്ലെങ്കിൽ 1855 പഠിച്ചു വെക്കുക. ഈ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ കോശം കണ്ടുപിടിച്ചത് അല്ലെ സെൽ തിയറി മുന്നോട്ട് വെച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? റോബർട്ട് ഹുക്ക് ആണ്. 1665 കേട്ടോ. 1665 റോബർട്ട് ഹുക്ക് ആണ്. റോബർട്ട് ബ്രൗൺ എന്താണ്? കോശ കേന്ദ്രമാണ് കണ്ടെത്തിയത് അല്ലെ. കോശ കേന്ദ്രം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്, അഥവാ ന്യൂക്ലിയസ് കണ്ടെത്തിയത്. കോശത്തിന്റെ ന്യൂക്ലിയസ് കോശ കേന്ദ്രം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. ഓക്കെ, 1831. പിന്നെ സസ്യകോശാണെങ്കിൽ 1838. ജന്തുകോശാണെങ്കിൽ 1839. പിന്നെ ഒന്നിൽ നിന്നും വേറൊന്ന് രൂപം കൊള്ളുന്നു അല്ലെ. നിലവിലുള്ളതിൽ നിന്നും പുതിയവ രൂപം കൊള്ളുന്നു എന്നത് കണ്ടെത്തിയത് 1858 അല്ലെങ്കിൽ 1855 എന്നത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയി ക്ലിയർ ആയല്ലോ. അപ്പോൾ ഓരോ കാര്യങ്ങളും മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു തീർത്ത് പോയിട്ടുണ്ട്. പവർ ക്യാപ്സ്യൂൾ ആയിട്ടായാലും അല്ലാതെയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്ത് പോവുക. റിവിഷൻ മിസ്സാക്കരുത്. ഓക്കെ, റിവിഷനിൽ നല്ല മടി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പലരും മെസ്സേജ് അയക്കാറുണ്ട്. അത് റിവിഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അനുസരിച്ചിട്ടാണ്. നിങ്ങൾ വായിച്ച് റിവിഷൻ ചെയ്യണമെന്നില്ല. നിങ്ങൾ അതായത് എഴുതി വെച്ച കാര്യങ്ങൾ ഓരോന്ന് വായിച്ചിരുന്ന് റിവിഷൻ ചെയ്യേണ്ട. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മടുപ്പുണ്ടാവും. ഓരോരുത്തർക്കും അത് മടുപ്പുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇതൊക്കെ ഞാൻ വായിച്ച് റിവിഷൻ ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിന് മടുപ്പ് തോന്നും. അപ്പൊ ഈ രീതിയിൽ റിവിഷൻ ചെയ്യാതെ മറ്റെന്തെങ്കിലും വർക്കിലാണെങ്കിലും എന്ത് പണിക്കിടയിലാണെങ്കിലും മനസ്സിൽ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, മനസ്സാവില്ലല്ലോ ആ സമയത്ത് പണിയെടുക്കുന്നത്. നമ്മുടെ കയ്യും കാലൊക്കെ അല്ലേ ആ സമയത്ത് പണിയെടുക്കുന്നത്. അത് എന്ത് പണിയിലാണെങ്കിലും ആ സമയത്ത് നമ്മുടെ മനസ്സിന് പ്രത്യേകിച്ച് വർക്ക് ഇല്ലെങ്കിൽ ആ മനസ്സിനെ പണിയെടുപ്പിക്കുക. ഓരോ കാര്യങ്ങളും മനസ്സിൽ ഇങ്ങനെ ഇപ്പൊ നമ്മൾ കോശത്തിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ ആരാണ് നമ്മുടെ കോശം കണ്ടുപിടിച്ചത്? സാറ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കോശ കേന്ദ്രം കണ്ടുപിടിച്ചത് ആരാണ്? അത് റോബർട്ട് ബ്രൗൺ ആണ്. കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് ആണ്. അങ്ങനെ മാറിപ്പോകരുത്. അഥവാ മാറിപ്പോയാൽ പിന്നെ അത് നോട്ട് ചെയ്ത് വെക്കണം. ഏത് കാര്യമാണ് കിട്ടാത്തത്, അല്ലെങ്കിൽ ഇത് മാറിപ്പോയി, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഏത് കാര്യമാണ് കിട്ടാത്തതെന്നുണ്ടെങ്കിൽ ആ കിട്ടാത്ത ഭാഗം മാത്രം നോക്കാനേ പിന്നെ ബുക്ക് തുറക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഫുൾ ടൈം എല്ലാം ബുക്കിൽ നോക്കിയിട്ട് തന്നെ റിവിഷൻ ചെയ്യണമെന്നില്ല. നിങ്ങൾ റിവിഷൻ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഏതാണോ ഫോൾട്ട് പറ്റുന്നത് ആ ഭാഗം പോയിട്ട് റിപ്പീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇത് എനിക്ക് ഫോൾട്ട് ആണ്, ഇത് ഞാൻ പിന്നെയും പഠിക്കേണ്ട കാര്യമാണ്, ഇത് ഇടയ്ക്ക് കിട്ടുന്നില്ല, എത്ര വട്ടം പഠിച്ചാലും പിന്നെയും കിട്ടുന്നില്ല. അപ്പൊ പിന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. അത് റിപ്പീറ്റ് ചെയ്യണം. മറ്റേത് റിവിഷൻ ചെയ്യണം. ബാക്കി കാര്യങ്ങൾ മനസ്സിൽ റിവൈസ് ചെയ്യണം. മറ്റേത് റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് അത് റിവിഷൻ പെർഫെക്റ്റ് ആക്കി വെക്കണം. പിന്നെ ഓരോ സമയത്ത് റിവിഷൻ ചെയ്യുമ്പോഴും അത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവണം. അതിൽ പിന്നെ ഒരു ഡൗട്ട് ഉണ്ടാവരുത്. ഓക്കെ, ഒരു തവണ റിവിഷൻ ചെയ്ത് നിങ്ങൾക്ക് തെറ്റണം. രണ്ടാമത്തെ തവണ റിവിഷൻ ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റണം. മൂന്നാമത്തെ തവണ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ തെറ്റട്ടെ.
ഓക്കെ, അതിപ്പോ PYQ അറ്റൻഡ് ചെയ്യുന്നതിലായാലും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ പഠിച്ച് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിലായാലും നിങ്ങൾക്ക് തെറ്റി പഠിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ തെറ്റുന്നത് നല്ലതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ നിങ്ങൾ മോക്ക് ടെസ്റ്റ് പഠിച്ച ഒരു കാര്യം തന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് അതിലൊരു കാര്യം നിങ്ങൾ തെറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പൊ സന്തോഷിക്കണം. ഈ കാര്യം എക്സാമിന് വന്നിട്ടാണ് നിങ്ങൾ തെറ്റിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേറെ സൊല്യൂഷൻ ഇല്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് തെറ്റിയത് കൊണ്ട് നിങ്ങൾ അറിയുന്നുണ്ട്, എനിക്ക് ഈ കാര്യം തെറ്റുന്നുണ്ട്, ഞാനിത് പിന്നെയും പഠിക്കേണ്ടതാണ്, അത് നിങ്ങൾ അറിയുന്നുണ്ട്. മുമ്പ് ഏതോ ഒരു ഇതിൽ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, സാറേ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയി പോവാണ്, മനസ്സ് മൈനസ് ആവുന്നു എന്നൊക്കെ പറഞ്ഞ കമന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആലോചിക്കുക, നിങ്ങൾ ഈ ഭാഗം ഇപ്പൊ നിങ്ങൾക്ക് തെറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലതാണ്. ഇപ്പൊ ഇത് പ്രത്യേകിച്ച് ഈ തെറ്റിയ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, തെറ്റിയ കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ തലയിൽ കയറും. ഓൾറെഡി തെറ്റിയതായതുകൊണ്ട് അതിനൊരു പ്രത്യേക പരിഗണന നമ്മുടെ മനസ്സിലുണ്ടാവും. ഓക്കെ, അപ്പൊ അത് തെറ്റട്ടെ, തെറ്റിയത് പഠിച്ചു വെക്കുക. ഓക്കെ, തെറ്റുന്നുണ്ട് എന്ന് പറഞ്ഞ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. തെറ്റുന്നുണ്ട് എന്ന് പറഞ്ഞ് മനസ്സ് നെഗറ്റീവ് ആവരുത്. അപ്പൊ ആലോചിക്കുക, എനിക്ക് എക്സാമിനല്ലല്ലോ തെറ്റിയത്, മോക്ക് ടെസ്റ്റിനല്ലേ. അതായത് എക്സാം അറ്റൻഡ് ചെയ്ത് അതായത് മെയിൻ എക്സാം ഞാൻ അവിടെ പോയി അറ്റൻഡ് ചെയ്തിട്ടാണ് എനിക്ക് തെറ്റിയതെങ്കിൽ എനിക്ക് ഇനി വേറെ വഴിയില്ല, ആ മാർക്ക് എന്റെ പോയതാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇതേ ക്വസ്റ്റ്യൻ ഇനി എനിക്ക് എക്സാമിന് വന്നാൽ തീർച്ചയായിട്ടും ഞാൻ സ്കോർ ചെയ്യും. കാരണം ഇപ്പൊ തെറ്റിയതുകൊണ്ട് എനിക്കിത് അറിയാം, എവിടെ എനിക്ക് തെറ്റും, എങ്ങനെയാണ് എനിക്ക് തെറ്റ് പറ്റിയത്, എങ്ങനെയാണ് അപ്പൊ ഞാൻ പഠിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഓരോന്നിനെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നെഗറ്റീവായി എടുക്കാണ്ട് അതിലും ഒരു പോസിറ്റീവ് ഉണ്ട്, അത് കണ്ടെത്തിയിട്ട് ആ രീതിയിൽ പഠിച്ചു പോവുക. ഓക്കെ, അപ്പൊ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. ഓരോ പഠിച്ച കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ വിട്ട് കളയരുത്. പഠിച്ച കാര്യങ്ങളാണെങ്കിൽ അതിന്റെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. നമ്മൾ ഈ പവർ ക്യാപ്സ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ടോപ്പിക്സ് ആയിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ഇടുന്നുണ്ട്. അപ്പൊ മോക്ക് ടെസ്റ്റ് കണ്ടൊരു പ്ലേലിസ്റ്റ് അവിടെ കിടക്കുന്നുണ്ട്, അതിൽ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, എപ്പോഴും നല്ല പോസിറ്റീവ് എനർജി, ദയവ് ഇത് പോസിറ്റീവ് എനർജിയോടുകൂടെ പഠിക്കുക. ഞാൻ ഇതൊക്കെ പഠിച്ച് തീർക്കേണ്ടതല്ലേ, ഇതൊക്കെ ഞാൻ പഠിച്ചാൽ തീരുമോ, എനിക്കൊക്കെ ഇത് എഴുതിയാൽ കിട്ടുമോ, ഈ രീതിയിൽ പഠിക്കല്ലേ. നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവണം. ഞാനൊക്കെ പഠിച്ചാൽ തീർച്ചയായിട്ടും ഇത് കിട്ടും, ഞാൻ എങ്ങനെ പഠിക്കുന്നത് തീരുമാനിക്കുന്നത് ഞാനാണ്, ഞാൻ എന്തൊക്കെ പഠിക്കണം തീരുമാനിക്കുന്നത് ഞാനാണ്. ഓക്കെ, ഞാൻ എന്ത് നേടും എന്ത് നേടില്ല എന്നറിയണത് എനിക്കാണ്, അല്ലാതെ നാട്ടുകാർക്ക് ഇത് വിലയിരുത്താൻ അറിയില്ല. കാരണം ഞാൻ എന്ത് പഠിക്കുന്നുണ്ടെന്ന് അവർക്കറിയില്ല, എന്ത് പഠിക്കുന്നില്ല എന്ന് അവർക്കറിയില്ല. അവർക്ക് അവരുടെ കാര്യം, അവർ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ അത് കേട്ട് വിട്ട് കളയും. അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ അതായത് നിങ്ങളെ നെഗറ്റീവ് ചെയ്ത് ജസ്റ്റ് ഒന്ന് താഴ്ത്തുക എന്നല്ലാതെ അവർക്ക് വേറെ സുഖം കിട്ടുന്ന പരിപാടികളൊന്നുമില്ല. ഈ നെഗറ്റീവ് പറയുന്ന ആളുകളോട് ചോദിച്ചു നോക്കുന്നത്, നിങ്ങൾ എനിക്കൊരു സ്റ്റഡി പ്ലാൻ പറഞ്ഞതാ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പഠിക്കണം നിങ്ങൾ പറഞ്ഞതാ, നിനക്കൊക്കെ കിട്ടുമോ, നീയൊക്കെ പഠിച്ചാൽ കിട്ടുമോ, എത്ര ആളുകൾ അറ്റൻഡ് ചെയ്യുന്നതാണ്, ഇപ്പോഴൊക്കെ കിട്ടുമോ, ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങളും വരും. അതിനൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങളെ പറ്റി നിങ്ങൾക്കേ അറിയുള്ളൂ, നിങ്ങൾ നേടും എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി, അവരെ വിശ്വസിപ്പിക്കേണ്ട കാര്യമല്ല. അപ്പൊ നിങ്ങൾ നേടേണ്ടതാണ്. ഇവർക്കുള്ള മറുപടിയൊക്കെ ഈ നേടിക്കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇത് നേടിക്കഴിഞ്ഞ് ഈ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കയ്യിൽ വരുമ്പോൾ അതെടുത്ത് സ്റ്റാറ്റസ് ഇട്ടും അവരൊക്കെ കണ്ടോളും. ഓക്കെ, അത് നിങ്ങൾ സ്റ്റാറ്റസ് ഇടും, നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. ഇതൊക്കെ ഏൽപ്പിക്കാൻ നമ്മൾ കണ്ടുവച്ചിട്ടുള്ള ഒരാളില്ലേ, അതായത് ഒരാളെ ഇത് ഏൽപ്പിക്കണം, അവർ സന്തോഷിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഏതോ ഒരാൾ സന്തോഷിക്കാനായിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രയത്നിക്കുന്നുണ്ട്. അപ്പൊ അത് ഇനിയും പ്രയത്നിക്കുക, അയാളെ നമ്മൾ സന്തോഷിപ്പിക്കണം. ഒരാളായിരിക്കില്ല, ഒരു കുടുംബത്തിനെ മൊത്തം നമ്മൾ ചിലപ്പോൾ ഇതുകൊണ്ട് സന്തോഷിപ്പിക്കും, നല്ല രീതിയിൽ അവർ സന്തോഷിക്കും. അവർക്ക് അത്രയും പ്രൗഡാവും നിങ്ങളത് വാങ്ങിക്കഴിഞ്ഞാൽ. നിങ്ങൾക്കുള്ള പ്രൗഡിനേക്കാൾ കൂടുതൽ, അതായത് നിങ്ങൾക്കുള്ള അഭിമാനത്തെക്കാൾ കൂടുതൽ അവർക്ക് ഉണ്ടാവും. അപ്പൊ അവരുടെ അഭിമാനത്തെ ഓർത്തിട്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുക. ഓക്കെ, അവരുടെ ആ അഭിമാനം ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിൽ കാണണം എന്നുള്ളത് കൊണ്ട് അതിനു വേണ്ടി പ്രയത്നിക്കുക. ഓക്കെ, അവരുടെ കയ്യിൽ ഒരു ദിവസം കൊണ്ടുപോയി കൊടുക്കണം. ഈ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത് ഇതാ എനിക്ക് സർക്കാർ ജോലി കിട്ടി എന്നുള്ള ഉറപ്പോടുകൂടെ ഈ അപ്പോയിന്റ്മെന്റ് ലെറ്റർ, ആ ബ്രൗൺ കവർ അവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം. ആദ്യത്തെ സാലറി അവരുടെ കയ്യിൽ കൊണ്ടുപോയി ഏൽപ്പിക്കണം. എനിക്ക് ആദ്യത്തെ സാലറി കയറിയിട്ടുണ്ട്, കൊണ്ടുപോയി കൊടുക്കണം. ഓക്കെ, അത് ചിലപ്പോൾ മാതാപിതാക്കളാവും, ചിലപ്പോൾ ഭർത്താവും, ചിലപ്പോൾ ഭാര്യയാവും. അങ്ങനെ ആർക്കാണോ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം. അവരുടെ മുഖം നിങ്ങളുടെ എപ്പോഴും മനസ്സിൽ വന്നു പോകണം. അല്ലാതെ ഈ നെഗറ്റീവ് പറയുന്ന ആളുകളുടെ മുഖം വന്നു പോകണ്ട. ഇനി അത് വന്നു പോകുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു ദിവസം ഞാൻ മറുപടി കൊടുക്കാനുണ്ട് എന്നതാലോചിച്ച് അത് വന്നു പോകണം. അല്ലാതെ ഇവരിങ്ങനെ പറഞ്ഞു എനിക്ക് കിട്ടും തോന്നണില്ല, ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. നിങ്ങളെ പറ്റി ഞാൻ പറയുന്നു, നിങ്ങൾക്ക് മാത്രമേ അറിയൂ. നിങ്ങൾ എന്ത് പഠിക്കുന്നുണ്ട്, എന്ത് പഠിക്കുന്നില്ല, എന്ത് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ ഫോൾട്ടുകൾ എന്താണ്, ഈ ഫോൾട്ടുകൾ നിങ്ങൾ കണ്ടെത്തണം. അതായത് ബാക്കിയുള്ളവർ നെഗറ്റീവ് പറയുന്ന ഒന്നും എടുക്കാതെ എനിക്ക് ഫോൾട്ടുകളൊന്നുമില്ല, ഞാൻ ചെയ്യുന്നത് ഒക്കെ ശരിയാണ്, ഈ രീതിയിൽ ചിന്തിക്കരുത്. നിങ്ങൾക്ക് ഒരുപാട് ഫോൾട്ടുകൾ പറ്റുന്നുണ്ടാവും. പഠനത്തിന്റെ കാര്യത്തിലായാലും റിവിഷന്റെ കാര്യത്തിലായാലും പല രീതിയിൽ നിങ്ങളുടെ സമയം ചിലപ്പോൾ വെറുതെ പോകുന്നുണ്ടാവും. അപ്പോൾ ഓരോന്നും മനസ്സിലാക്കുക, എന്താണ് എനിക്ക് പറ്റുന്ന മിസ്റ്റേക്ക്, എന്തുകൊണ്ടാണ് എൻ്റെ മാർക്ക് കുറയുന്നത്, ഏത് ഭാഗത്തിൽ നിന്നാണ് എൻ്റെ മാർക്ക് കുറയുന്നത്, എന്ത് പഠിച്ചാലാണ് എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടുക. അങ്ങനെ ഓരോന്നും നിങ്ങളുടെ ഭാഗം നിങ്ങൾ മനസ്സിലാക്കണം. ഈ എക്സാമിൽ കയറണം. ഈ എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കി ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്ത എക്സാമിന് നോക്കാം. ഈ ഒരു മൈൻഡ് പാടില്ല. തീർച്ചയായിട്ടും ഈ എക്സാമിൽ ഞാൻ എന്തായാലും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും. ഈ എക്സാമിൽ ആദ്യത്തെ റാങ്കുകളിൽ ഞാൻ ഉണ്ടാവും. ഈ എക്സാമിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ അല്ലെങ്കിൽ ഈ ജോലിയുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എന്റെ കയ്യിൽ വന്ന് കിട്ടും. ഈ ജോലിയുടെ ആദ്യത്തെ ശമ്പളം ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയി ഏൽപ്പിക്കും. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. പിന്നെ നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിച്ചോളും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നേടണം. പ്രാർത്ഥിക്കുക, നന്നായി പഠിക്കുക. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ അല്ലേ, എല്ലാം ദൈവം തരില്ല. താൻ പാതി ദൈവം പാതി എന്നാണ്. അപ്പൊ തന്റെ പാതി നന്നായിട്ട് തന്നെ ചെയ്യാം, ബാക്കി ദൈവത്തിനെ ഏൽപ്പിക്കുക. ഓക്കെ, പിന്നെ അതായത് കട്ട് ഓഫ് അത്ര വരും അതൊക്കെ എക്സാമിന്റെ സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനത്തെ മൈൻഡ് ഒന്നും വേണ്ട.
നന്നായിട്ട് പഠിക്കുക, പഠിക്കേണ്ട കാര്യങ്ങൾ മാക്സിമം പഠിച്ചെടുക്കുക, മാക്സിമം മാർക്ക് നിങ്ങൾക്ക് പറ്റുന്നത് സ്കോർ ചെയ്യുക. ഓക്കെ, അല്ലാതെ എക്സാമിന് മുമ്പ് അങ്ങനെയും കുറെ ഫോൾട്ടുകൾ വരുന്നുണ്ട്, അതൊക്കെ ഞാൻ ആ സമയത്ത് പറയാം. ഇപ്പൊ അതൊന്നും ആലോചിച്ച് നെഗറ്റീവ് ആവേണ്ട. ഇപ്പൊ പഠിക്കേണ്ട കാര്യങ്ങൾ സിലബസ് വൈസ് ആയാലും അല്ലാതെ ആയാലും കൂടുതൽ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. എന്തായാലും റാങ്ക് ലിസ്റ്റിൽ വരിക, റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ റാങ്കുകളിൽ എന്തായാലും നിങ്ങൾ ഉണ്ടാവും. ആ ഒരു വിശ്വാസം എപ്പോഴും വേണം. എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഞാൻ പറഞ്ഞ ആ മുഖങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരണം. അവർക്കത് കൊണ്ടുപോയി കൊടുക്കുന്ന ആ ഒരു സന്ദർഭം, ആ ഒരു സീന് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. അത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു അവരുടെ മനസ്സ് അല്ലേ, അവരുടെ മനസ്സ് സന്തോഷിക്കുന്നത് നിങ്ങൾ കാണണം, അവർ സന്തോഷിക്കുന്നത് നിങ്ങൾ കാണണം, അത് നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണണം. അത് നേരിട്ട് കാണാൻ വേണ്ടി, അതൊന്ന് നേരിട്ട് കണ്ട് അതിന്റെ ഒരു കുളിര് കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. കിട്ടില്ല എന്ന് പലരും പറയുന്നത്, അതാണ് ഞാൻ വിട്ടുകളയാൻ പറഞ്ഞത്. അതെന്തായാലും മനസ്സിൽ വേണ്ട. അവരങ്ങനെ പലതും പറയും. അപ്പൊ അവർക്കൊക്കെ മറുപടി കൊടുക്കുന്നത് ആ സമയത്ത് അവരോട് തർക്കിച്ചിട്ടാവരുത്. ഇതാവണം നിങ്ങളുടെ മറുപടി, നിങ്ങളുടെ റിസൾട്ട് ആവണം അവർക്കുള്ള മറുപടി. അപ്പൊ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അവരുടെയൊക്കെ മുമ്പിൽ തല ഉയർത്തി നിൽക്കണ്ടേ? അങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ റിസൾട്ട് ആണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മറുപടി. അപ്പൊ നന്നായി തന്നെ പഠിക്കുക. ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.